iPhone 13 in 2025. Is it still worth buying now? Let's talk about it. സോ ഐഫോൺ 13 ഇവൻ 3 വർഷം കഴിഞ്ഞെങ്കിൽ പോലും ഇപ്പോഴും ആളുകൾ ഒരുപാട് തരത്തിൽ തന്നെ ഐഫോൺ 13 ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട്. ഈവൻ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു 32,000-34,000 റുപ്പീസിനൊക്കെ നമുക്കൊരു നല്ലൊരു കണ്ടീഷനുള്ള സ്മാർട്ട് ഫോൺ തന്നെ നമുക്ക് ഈസിലി പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. സോ ആ ഒരു പ്രൈസിന് ഇപ്പോഴും ഈ ഒരു സ്മാർട്ട് ഫോൺ വാല്യുബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ ആണോ നല്ലത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്മാർട്ട് ഫോണിലേക്ക് മാറുന്നതാണോ നല്ലതെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി നോക്കാനായിട്ട് പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക, നിങ്ങൾക്ക് എന്തായാലും വർത്തായിരിക്കും. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം തന്നെ ഇതിൻ്റെ അകത്തൊരു കേസ് യൂസ് ചെയ്യാണ്. കേസ് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ആ ഒരു റിഫ്ലക്ഷനൊക്കെ അടിച്ച് നമുക്ക് ആ ഒരു ഷോട്ടിനെ ഭയങ്കരമായിട്ട് ബോർഡാക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കേസ് ഇട്ടിട്ടാണ് ഇതിനെ വീഡിയോ എടുക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ നോക്കുന്ന സമയത്ത് 6.1 ഇഞ്ചിൻ്റെ ഒരു സൂപ്പർ റെറ്റിന OLED 60 Hz ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്പ്ലേ ആണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ബേസ് മോഡൽ എപ്പോഴും 60 Hz ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എനിക്ക് ആദ്യമായിട്ട് തോന്നിയ ഒരു നെഗറ്റീവ് അത് തന്നെയാണ്. 60 Hz എന്നുള്ളത് തന്നെയാണ് എനിക്ക് ആദ്യമായിട്ട് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള നോച്ചിൻ്റെ ഡിസൈനും കൂടിയാണ്. ആൻഡ് സ്പീക്കേഴ്സ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അകത്തൊരു ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഈ ഒരു 34,000 രൂപ എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചൊക്കെ വെച്ച് നോക്കുന്ന സമയത്തും കമ്പയറിംഗ് ടു അതർ ഒരു ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ വെച്ചൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ സ്പീക്കേഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. അത് എനിക്കൊരു എന്താ പറയുക, ഒരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നോക്കുന്ന സമയത്ത് സ്പീക്കേഴ്സ് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫേസ് ഐ ഡിയും കിഡിലാണ്. കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഫേസ് ഐ ഡി ആപ്പിളിൻ്റെ ഫേസ് ഐ ഡി ആണ് ഏറ്റവും കൂടുതൽ സെക്യൂർ ആയിട്ടും ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ടുള്ളത്. അത് തന്നെ നമുക്ക് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇത്രയും ഈ ഒരു 3 വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫേസ് ഐ ഡിക്ക് വേറെ കംപ്ലൈൻറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. പക്കയായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. ആൻഡ് കണക്ടിവിറ്റി നോക്കുന്ന സമയത്ത് Wi-Fi 6 ആണ്. ബ്ലൂടൂത്ത് 5.0 NFC-യുടെ സപ്പോർട്ടും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. Wi-Fi ആൻഡ് ബ്ലൂടൂത്ത് ഒരു പ്രശ്നമില്ല. കണക്ടിവിറ്റിയിലൊന്നും എനിക്ക് ഇന്നവരെ യൂസ് ചെയ്തതിൽ വെച്ച് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. എന്നാൽ പ്രശ്നമുള്ള ഒരു പ്ലേസ് ഉണ്ട്, ഇതിൻ്റെ OS എക്സ്പീരിയൻസ്. അതായത് കറൻ്റ്ലി ഈ ഒരു സ്മാർട്ട് ഫോൺ റൺ ചെയ്യുന്നത് iOS 17.6-ലാണ്. ഓൾറെഡി ഇതിൻ്റെ അകത്ത് 18.3-യുടെ അപ്ഡേറ്റ് ഇതിൻ്റെ അകത്ത് വന്ന് കിടപ്പുണ്ട്. ബട്ട് എനിക്ക് എന്തുകൊണ്ടോ ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഐഫോൺസിൻ്റെ കാര്യത്തിൽ ഈയിടെ ഏറ്റവും കൂടുതൽ ഗ്രീൻ ലൈൻ ഇഷ്യൂസും ഈ ഒരു വൈറ്റ് ഡിസ്പ്ലേ ഇഷ്യൂസും ഒക്കെ വന്നിട്ടുള്ളത് 13 സീരീസിലാണ്. ആ ഒരു കാര്യം ഓർത്തിട്ട് മാത്രമാണ് ഞാൻ ഇത് അപ്ഡേറ്റ് ചെയ്തത്. കാരണം എനിക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇത് റീസെയിൽ ചെയ്തിട്ട് വേണം എനിക്ക് അടുത്ത ഡിവൈസ് എടുക്കാനായിട്ട്. അതർവൈസ് നമ്മൾ ആ ഒരു അപ്ഡേറ്റ് ചെയ്യാതെ ആ ഒരു 17.6-ൽ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. കാരണം iOS ആണ്, നല്ല രീതിക്കുള്ള ഒരു ആനിമേഷൻസും ഒക്കെയാണ് iOSൻ്റെ അകത്തുള്ളത്. ഈവൻ ഡിസ്പ്ലേ 60 Hz ആണെങ്കിൽ പോലും നമുക്ക് 60 Hz ആണെന്ന് ഒരുപാട് തരത്തിൽ ഫീൽ ചെയ്യിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു OS നമുക്ക് തരുന്നത്. അത് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ എനിക്ക് എടുത്ത് പറയേണ്ടി തോന്നി. കാരണം ഒരു ആൻഡ്രോയിഡിൻ്റെ 60 Hz വെച്ച് നോക്കുന്ന സമയത്ത് ഐഫോണിൻ്റെ 60 Hz തന്നെയാണ് എപ്പോഴും ബെറ്റർ എന്ന് പറയുന്നത്. ആൻഡ് പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ആപ്പിളിൻ്റെ A15 ബയോണിക് എന്ന ഒരു 5 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. വിത്ത് 4 GB റാം ആൻഡ് 128 GB റോം. ഈവൻ 3 വർഷം കഴിഞ്ഞെങ്കിൽ പോലും നമ്മളൊരു ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യാണ്. അതായത് നമ്മളിപ്പോൾ നോർമലി യൂസ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, വാട്സപ്പ് ആയിക്കോട്ടെ, ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇതെല്ലാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ഇഷ്യൂസും ഇല്ല, ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം നല്ല രീതിക്ക് തന്നെ എന്താ പറയുക, യൂസ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഡെയിലി ഡ്രൈവറായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇന്നേ വരെ ഒരു ഇഷ്യൂസും തോന്നിയിട്ടില്ല. എല്ലാം നല്ല കിഡിലുമായിട്ട് തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്നാൽ ഐഫോൺസ് എല്ലാവരും എപ്പോഴും ചൂസ് ചെയ്യുന്നത്, മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ. ഞാൻ എപ്പോഴും കളിക്കുന്നത് BGMI ആണ്. BGMIയിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയത് ഇതിൻ്റെ അകത്തൊരു 60 Hz ഉള്ള ഒരു ഡിസ്പ്ലേ ആണെന്നുള്ളൊരു കാര്യമാണ്. 60 Hz നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓവറോൾ ഗെയിം പ്ലേയിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം ഞാനൊരു 90 Hz ഉള്ളൊരു ഫോണിൽ നിന്നാണ് വരുന്നത്. ആ ഒരു 90 Hzൽ നിന്ന് ഇങ്ങോട്ട് ജമ്പ് ചെയ്ത സമയത്ത് എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു സ്മൂത്ത്നെസ്സിൻ്റെ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലായി. ലൈക്ക് ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓവറോൾ ഗെയിം പ്ലേ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു 60 Hzൻ്റെ എന്നുള്ള ഒരു കാര്യം ഒഴികെ ബാക്കിയുള്ള ഗെയിം പ്ലേ നോക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും ഒരു ബെസ്റ്റ് ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് എന്ന് ഒരിക്കലും പറയാനായിട്ട് പറ്റത്തില്ല. കാരണം നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരു BGMIയിൽ ഇപ്പോൾ ഇവൻറ്റിലേക്ക് പോയിട്ട് കളിക്കുന്ന സമയത്ത് ഒരുപാട് ആളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം ചെറിയ രീതിയിലൊരു ലാഗ് അടിക്കുന്നുണ്ട്.
ചില സമയത്ത് ആ ഒരു FPS ഡ്രോപ്പ് ആവുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ബാക്കിയുള്ള ഫോണുകളിലൊന്നും ഇത്രയും FPS ഡ്രോപ്പ് ഇങ്ങനെ വന്നിട്ടില്ല. മേ ബി ഇതൊരു 3 year old ഫോൺ ആയതുകൊണ്ടായിരിക്കാം ചില സമയത്ത് നല്ല രീതിക്ക് തന്നെ FPS കുറയുന്നുണ്ട്. ഈവൻ 20 FPS പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ കുറച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ആ ലോബിയിൽ നമ്മളിപ്പോൾ ഈവൻറ്റിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം നല്ല ഫ്ലോയിൽ തന്നെ വർക്ക് ആയിക്കോളും. ആ ഒരു കുറച്ച് ടൈമിലുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ഇല്ല, എന്നാൽ ചില ടൈമിൽ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഓവറോൾ ഗെയിം പ്ലേ നോക്കുന്ന സമയത്തായിരുന്നാലും ക്ലാസിക്ക് നമ്മൾ ഒരുപാട് നേരം ഇരുന്ന് കളിക്കുന്ന സമയത്തായിരുന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല രീതിക്ക് തന്നെ ഫ്രെയിം ഡ്രോപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഇഷ്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രൈവ് സോൺ ഞാൻ കളിക്കുന്നുണ്ട്. ഒരു കാറിൻ്റെ ഒരു ഗെയിമാണ്, നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ഗെയിമും ഞാൻ ഹൈ ഗ്രാഫിക്സിലിട്ട് കളിച്ച സമയത്ത് നല്ല രീതിക്ക് തന്നെ FPS ഡ്രോപ്പ് ആവുന്നുണ്ടായിരുന്നു. അതും കുറച്ച് സമയം കഴിയുമ്പോൾ മാറി വരുന്നുണ്ട്. ലൈക്ക് ചെറുതായിട്ട് അങ്ങ് മാറി വരുന്നുണ്ട്. എന്നാലും FPS ഡ്രോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഗെയിം പ്ലേയിലേക്ക് എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഓവറോൾ ആ ഒരു ഗെയിം പ്ലേ ആൻഡ് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹീറ്റ് ഇഷ്യൂ നോക്കുന്ന സമയത്ത് നോർമൽ യൂസിൽ വലിയ പ്രശ്നമൊന്നുമില്ല, നോർമലി ഉള്ളൊരു ഹീറ്റ് മാത്രമേ ഉള്ളൂ. എന്നാൽ നിങ്ങൾ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്കൊക്കെ ഗെയിം പ്ലേ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം ബാക്ക് സൈഡ് ആ ഒരു ക്യാമറ ബമ്പിൻ്റെയൊക്കെ സൈഡിലായിട്ട് നല്ല രീതിക്ക് തന്നെ ഹീറ്റ് വരുന്നുണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ക്യാമറയെക്കുറിച്ചാണ്. പ്രൈമറി ക്യാമറ നോക്കുന്ന സമയത്ത് 12 മെഗാപിക്സലിൻ്റെ അപ്പേർച്ചർ f1.6 ഉള്ള ഒരു 26mm ഒരു പ്രൈമറി ക്യാമറയാണ്. സെക്കൻഡറി ക്യാമറ നോക്കുന്ന സമയത്ത് 12 മെഗാപിക്സലിൻ്റെ അപ്പേർച്ചർ f2.4 ഉള്ള ഒരു 13mm ഒരു സെൻസറുമാണ്. പ്രൈമറി ക്യാമറ ആ ഒരു ഡേ ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. ഈവൻ 3 വർഷം കഴിഞ്ഞെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ ലൈറ്റ് കുറയുന്ന സമയത്ത് നമുക്ക് അത്രത്തോളം നല്ല ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എക്സ്പീരിയൻസ് അല്ല തരുന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പാർട്ട് ഫ്രം ദാറ്റ് പ്രൈമറി ക്യാമറയ്ക്ക് വലിയ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം നല്ലൊരു അൾട്രാ വൈഡ് സെൻസർ ആയിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ നല്ലൊരു വെട്ടം ഉണ്ടെങ്കിലും നല്ലൊരു ഡേ ടൈമിലായിരുന്നാലും പോയി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അത്രത്തോളം നല്ലൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ലോ ലൈറ്റ് സിനാരിയോസിൽ ലോ ലൈറ്റിലും നമ്മൾ ഇതിൻ്റെ അൾട്രാ വൈഡ് ഒന്നും എടുത്തു വെച്ച് ഫോട്ടോ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത്യാവശ്യം പ്രോസസ്സിങ് ഗുഡ് ആണെങ്കിൽ പോലും ഗ്രെയിൻസ് അത്യാവശ്യം നമുക്ക് നല്ല രീതിക്ക് തന്നെ വിസിബിൾ ആയിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഒരു 12 മെഗാപിക്സലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും നല്ലൊരു ഒരു വൈഡ് അപ്പേച്ചറും അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു ഗ്രെയിൻസ് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്തും ഒരു 12 മെഗാപിക്സലിൻ്റെ അപ്പേച്ചർ f2.2 ഉള്ള ഒരു ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറ നോക്കുന്ന സമയത്ത് ഡേ ടൈമിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരു ഡീറ്റെയിലിങ്ങും, ഭയങ്കര ഡീറ്റെയിലിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം ഡീറ്റെയിലിങ്ങും നല്ല രീതിക്കുള്ള ഒരു വൈറ്റ് ബാലൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ലൈറ്റ് കുറയുന്ന സമയത്ത് അത്യാവശ്യം ഫോട്ടോ നല്ല രീതിക്ക് തന്നെ ബോർഡ് ആവുന്നുണ്ട്. അതായത് നമുക്ക് നല്ല രീതിക്ക് തന്നെ ആ ഒരു ഡീറ്റെയിലിംഗ് പോയി സ്മൂത്തി ഒരു ഗ്രെയിനി ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഓവറോൾ ഈ ഒരു ക്യാമറയുടെ ഫോട്ടോ എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് പ്രൈമറി ക്യാമറ വെച്ചുള്ള വീഡിയോ പെർഫോമൻസ് നോക്കുന്ന സമയത്ത് ഡേ ടൈമിൽ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല രീതിക്കുള്ള ഒരു സ്റ്റെബിലൈസേഷനും ഭയങ്കര സ്റ്റെബിലൈസേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും അത്യാവശ്യം നല്ലൊരു സ്റ്റെബിലൈസേഷനും അത്യാവശ്യം നല്ല ഡീറ്റെയിലിങ്ങും നമുക്ക് അതിൻ്റെ അത് കിട്ടുന്നുണ്ട്. എന്നാൽ ലോ ലൈറ്റിലോട്ട് വരുന്ന സമയത്ത് ക്യാമറ നല്ല രീതിക്ക് തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് നല്ല രീതിക്കുള്ള ഒരു ഡീറ്റെയിൽസ് പോകുന്നുണ്ട്. അതുമാത്രമല്ല നല്ല രീതിക്കുള്ള ഗ്രെയിൻസും കയറി വരുന്നുണ്ട്. ആൻഡ് അൾട്രാ വൈഡ് നോക്കുന്ന സമയത്ത് എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ഈവൻ ഡേ ടൈമിൽ നല്ല വെട്ടോ കൊണ്ടുള്ള സ്ഥലത്താണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്കുള്ള ഒരു അൾട്രാ വൈഡ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഡീറ്റെയിൽസും ഇല്ല, ഒരുമാതിരി സ്മൂത്തനിങ് ചെയ്ത പോലെയാണ്. കാരണം നമുക്ക് ഫോട്ടോയിൽ കിട്ടുന്ന പ്രോസസ്സിംഗ് ഒന്നും ഇവിടെ ഇല്ലല്ലോ. അതുപോലെ തന്നെ അൾട്രാ വൈഡ് വെച്ച് നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ ഗ്രെയിൻസ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് നമ്മൾ വ്ളോഗ് ചെയ്തൊക്കെ പോകുന്ന സമയത്ത് ഡേ ടൈമിൽ നല്ല രീതിക്കുള്ള ഒരു ഔട്ട്പുട്ട് തന്നെ തരുന്നുണ്ട്. ആ ഒരു പ്രൈമറി ക്യാമറ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡേ ടൈമിൽ നല്ലൊരു ഔട്ട്പുട്ട് തന്നെ നമുക്ക് ഇവിടെയും തരുന്നുണ്ട്. കാരണം ചെറുതായിട്ടൊക്കെ വ്ളോഗ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റെബിലൈസേഷനും കിട്ടുന്നുണ്ട്. ഇതെല്ലാം ഡേ ടൈമിൽ മാത്രം. ലോ ലൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ സെൽഫി ക്യാമറ ഭയങ്കര ബോറാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. അതുകൊണ്ട് തന്നെ ഓവറോൾ വീഡിയോ പെർഫോമൻസിൻ്റെ കാര്യം വരുന്നാലും ഫോട്ടോ അല്ലെങ്കിൽ ക്യാമറ പെർഫോമൻസിൻ്റെ കാര്യം നോക്കുന്ന സമയത്തും ഒരിക്കലും ദി ബെസ്റ്റ് ക്യാമറ സിസ്റ്റം എന്ന് എനിക്ക് പറയാനായിട്ട് ഒരിക്കലും പറ്റത്തില്ല. ആൻഡ് ഫൈനലി ഇതിൻ്റെ ബാറ്ററി 3240 mAh ഒരു ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്.
അതുപോലെ തന്നെ ചാർജിങ് നോക്കുന്ന സമയത്ത് നമുക്ക് 50 വാട്ടിൽ തന്നെ വയർലെസ് ആയിട്ടും വയേർഡ് ആയിട്ടും ഇതിനകത്ത് തന്നെ ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ആൻഡ് എൻ്റെ ഫോണിൻ്റെ ബാറ്ററി പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ കപ്പാസിറ്റി നോക്കുന്ന സമയത്ത് ഇപ്പോൾ 82% ഉള്ളൂ. 82% എന്ന ഒരു ലെവലിൽ എനിക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ രാവിലെ കൊണ്ടുപോകുന്ന ഫോണാണ്. ഇപ്പോൾ അല്ലെങ്കിൽ 8 മണിക്ക് ഞാൻ നടക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4 മണി ആകുമ്പോഴത്തേക്ക് എനിക്ക് വീണ്ടും ഇത് ചാർജ് ചെയ്യേണ്ടി വരും. ഇതൊരു നോർമൽ യൂസറിൻ്റെ കാര്യമാണ് പറയുന്നത്. അതായത് ഗെയിമൊക്കെ ചെറുതായിട്ടൊന്ന് കളിച്ച് ചെറുതായിട്ടൊന്ന് വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബൊക്കെ ഡെയിലി ഇങ്ങനെ നോക്കി പോകുന്ന ഒരു ലെവലിലാണ് ഞാൻ പറയുന്നത്. അതല്ല നിങ്ങൾ കംപ്ലീറ്റ്ലി ഇതിനെ നല്ല രീതിക്ക് ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചാർജ് പോകുന്നുണ്ട്. സോ ബാറ്ററിയും അത്രത്തോളം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. സ്റ്റിൽ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളത് ഒരു നല്ലൊരു ബാറ്ററി കപ്പാസിറ്റിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 1 ഡേ എങ്ങനെ പോയാലും നമുക്ക് യൂസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ആൻഡ് ഇനി ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 34,000 റുപ്പീസ് എന്ന റേഞ്ചൊക്കെ നോക്കുന്ന സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് iPhone 13 ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് iPhone 14 ആണ്. കാരണം 13 നല്ലൊരു ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റാണ്. ആൻഡ് അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു OS എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യം ഇരുന്നാലും 13 ബെറ്റർ ആയിട്ട് തന്നെയാണ് 14 പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓവറോൾ ഞാൻ മേ ബി ഒരു ഓപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 13 ബെറ്റർ ആയിട്ട് ഞാൻ എടുക്കുന്നത് 14 തന്നെയായിരിക്കും. കാരണം സോഫ്റ്റ്വെയർ സപ്പോർട്ടുണ്ട്, ബാറ്ററി ഉണ്ട്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 13 ബെറ്റർ ആണ് 14. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ആൻഡ് ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇനി ഇതുപോലുള്ള ഒരുപാട് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. സോ അതുവരത്തേക്കും ബൈ.